എല്ലാ യുണൈറ്റഡ് ഫാൻസും ഓടി ചെന്നിട്ട് ആ ഒരു പ്രീമിയർ ലീഗ് പോയിൻറ്റ്സ് ടേബിൾ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. നമ്മുടെ മുഖത്ത് അറിയാതെ തന്നെ ഒരു ചിരി വരും. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, യുണൈറ്റഡ് നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു തരാം. ഇന്നത്തെ മാച്ച് ശരിക്കും നമ്മൾ ആ ഒരു സ്ട്രൈക്കർ ഇല്ലാതാണ് കളിച്ച. ഹോയ്ലൻഡിന് ഇഞ്ചുറി, സെർക്സിയെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടെൻ ഹാഗ് തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ആ ഒരു മിഡ്ഫീൽഡർ മേസൺ മൗണ്ടിനെയാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ കളിപ്പിച്ച് ഓൾമോസ്റ്റ് 4-2-4 എന്നൊക്കെ പറയാവുന്ന ഒരു ഫോർമേഷനിലാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ 2 നമ്പർ 10 വെച്ച് ആ ഒരു ബോക്സ് മിഡ്ഫീൽഡിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ നോക്കിയോ. ഇന്നത്തെ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫുൾഹാം അതുപോലെ തന്നെ യുണൈറ്റഡ് രണ്ടുപേരും എൻഡ് ടു എൻഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു എൻഡ് ടു എൻഡ് ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് കൂടുതൽ ഗുണവും ശരിക്കും പറഞ്ഞാൽ ഫുൾഹാമിനായിരുന്നെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫുൾഹാമും നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് യുണൈറ്റഡിനും ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കൺട്രോൾ, ആ ഒരു ഗെയിമിൻ്റെ ഒരു കൺട്രോൾ ശരിക്കും യുണൈറ്റഡിന് ആവശ്യമായിരുന്നു. പയ്യെ മാച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പയ്യെ യുണൈറ്റഡ് ആ ഒരു കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ ഒരു യുണൈറ്റഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് നല്ല ചാൻസസ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തു. കസമീറോ, ബ്രൂണോ, ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലും എവിടെ നോക്കിയാലും കസമീറോ എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. എങ്കപ്പാത്താലും കസമീറോ ആയിരുന്നു. കാരണം കസമീറോ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കോറിങ്ങിൻ്റെ ആ ഒരു എൻഡിൽ കസമീറോയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. കസമീറോ ശരിക്കും 1-2 നല്ല ചാൻസ് പുട്ട് പോലെ സ്കോർ ചെയ്യാവുന്ന നല്ല 2 ചാൻസ് ബ്രൂണോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ബ്രൂണോയുടെ കോർണറിലും കസമീറോ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കസമീറോ ബ്രൂണോ വിളയാട്ടമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഈവൻ കോബി മേനു ആണ് ആ ഒരു ഹാഫിൽ ഏറ്റവും റേറ്റ് ചെയ്ത പ്ലെയർ, ഏറ്റവും റേറ്റിംഗ് കൂടുതൽ കിട്ടിയ പ്ലെയർ കോബി മേനു ആയിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത് ബ്രൂണോ ഫെർണാണ്ടസും അതുപോലെ തന്നെ കസമീറോ ആണ്. ഈവൻ നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു എക്സ്ട്രാ എഫേർട്ട്, നമുക്ക് ആ ഒരു ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തൊരു റിസ്ക് എടുത്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാവുന്ന 2 കളിക്കാരെന്ന് പറയുന്നത് ഒന്ന് ബ്രൂണോ, ഒന്ന് കസമീറോ ആണ്. ചാൻസസ് കൺവേർട്ട് ചെയ്തില്ല നമ്മൾ, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ കോബി മെനുവിൻ്റെ കാര്യം നോക്കിയാൽ കോബി മെനുവിൻ്റെ പാസിങ് അക്രോസി, പുള്ളിയുടെ ബോൾ വിന്നിങ് എബിലിറ്റി, ടാക്കിൾസ്, അതുപോലെ ഇൻഡിവിജ്വലി ആ ഒരു ബ്രില്യൻ്റ് മൊമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോയി സ്കോർ ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഇപ്പം നമ്മളൊരു മാച്ച് എടുത്ത് നോക്കിയാൽ കസമീറോടെയോ അല്ലെങ്കിൽ ബ്രൂണോടെ അത്രയും ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോബി മെനുവിൻ്റെ ഭാഗത്തുനിന്നില്ല. അത് ഞാൻ കോബി മെനുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. കാരണം കോബി മെനുവിൻ്റെ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ക്ലോസ് കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ ബോൾ വിന്നിങ്, ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈവൻ ആ ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ ഇതാണ് പുള്ളിയുടെ ഒരു ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ബ്രൂണോയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോ കുറച്ചുകൂടെ ആ ഒരു ഡീപ്പ് ലൈയിങ് പ്ലേ മേക്കർ റോളിലാണ് ബ്രൂണോ കുറേ കൂടെ പ്രോസ്പർ ആകുന്നതായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ റാഷ്ഫോർഡിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ കുറേ പ്രാവശ്യം ബ്രൂണോ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബ്രൂണോയും റാഷ്ഫോർഡും കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് 60ാമത്തെ മിനിറ്റിൽ ആ ഒരു ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഗർനാച്ചോയും അതുപോലെ തന്നെ സിർക്സിയൊക്കെ വന്നപ്പോഴത്തേനും റാഷ്ഫോർഡിനെ സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു 52 മിനിറ്റ് മുതൽ ഏകദേശം 60 മിനിറ്റ് വരെ കുറച്ച് ആ ഒരു കുറച്ച് ഭാഗത്ത് റാഷ്ഫോർഡും ബ്രൂണോയും തമ്മിൽ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഈവൻ അത്രയും നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. റാഷ്ഫോർഡ് കുറേ നല്ല റൺസ് മേക്ക് ചെയ്യുന്നെങ്കിലും റാഷ്ഫോർഡിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആ ഒരു ഫൈനൽ തേർഡിലെത്തുമ്പോഴത്തേനും ഒന്നും അല്ലാത്തൊരവസ്ഥയാണ്. ചീഞ്ഞ പടക്കം പോലെയാണ് റാഷ്ഫോർഡ്. എന്നെ സംബന്ധിച്ച് റാഷ്ഫോർഡ് അല്ലെങ്കിൽ ഗർനാച്ചോ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും, ഗർനാച്ചോയും സിർക്സിയും കൂടെ വരുമ്പോഴത്തേനും അത് അവിടെ സ്റ്റേ ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല. ആ ഒരു ക്ലോസ് കോമ്പിനേഷനും കാര്യങ്ങളും കളിക്കാനായിട്ട് ഒരു പ്ലെയർ നമുക്ക് എക്സ്ട്രാ വേണം. റാഷ്ഫോർഡ് എന്ന് പറയുന്ന റൺസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ റാഷ്ഫോർഡിന്. ആ ഒരു ഓപ്പോസിഷൻ അഗൻസ്റ്റായിട്ട് ആ ഒരു റൺസ് മേക്ക് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. അതിലും പുള്ളി ഫൈനൽ തേർഡിൽ വരുമ്പോഴത്തേനും ഒന്നും അല്ലാത്ത അവസ്ഥയാണ്. അമാദ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് സിർക്സിയൊക്കെ ആയിട്ട് കുറേ കൂടെ കോമ്പിനേഷനൊക്കെ ചെയ്ത് കുറേ കൂടെ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു കുറേ കൂടെ കൺട്രോൾ ആ ഒരു ഫൈനൽ തേർഡിൽ ചീപ്പായിട്ട് പൊസഷൻ ലൂസ് ചെയ്യാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തേനെ. അതുകൊണ്ട് തന്നെ വരും മാച്ചസിൽ ഇപ്പം നമ്മളൊരു സബ്ബ് ചെയ്യുമ്പോഴത്തേനും എനിക്കൊന്ന് റാഷ്ഫോർഡിനെ സബ്ബ് ചെയ്ത് ഗർനാച്ചോ വരിക, എപ്പോഴും അമാദ് ഉണക്കത്തെ കുറച്ചുകൂടെ ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വിങ്ങർ ഒരു സൈഡിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും ഒന്ന് സിർക്സിയുടെ ഗെയിം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി പുള്ളിക്ക് ടച്ചസിൻ്റെ എണ്ണമൊക്കെ കുറവാണ്. കാരണം പുള്ളിയെ കോൺസെൻട്രേറ്റ്
ചെയ്തല്ല നമ്മുടെ പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പുള്ളിയുടെ ആ ഒരു റൺസിനെയോ അല്ലെങ്കിൽ പുള്ളി ആ ഒരു സെൻട്രലി ഫോക്കസ് ചെയ്ത് പുള്ളിയുടെ മൂവ്മെൻറ്റ്സിനെ ഫോക്കസ് ചെയ്തല്ല നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെർക്സിയുടെ ഗോൾ സ്കോറിങ് എബിലിറ്റി, സെർക്സി ശരിക്കും പറഞ്ഞാൽ ഒരു ഹാരി കെയിൻ്റെ ഒരു മോൾഡിലുള്ള സ്ട്രൈക്കറാണ്. ഞാൻ ഹാരി കെയിനോട്ട് കമ്പയർ ചെയ്യാലോ, ഒരു ഗോൾ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇപ്പോൾ ഞാൻ ഹാരി കെയിനാണ് നെക്സ്റ്റ് ഹാരി കെയിൻ ആണെന്നൊന്നും പറയല്ല. പക്ഷേ ഹാരി കെയിൻ്റെ ഒരു ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു മിഡ്ഫീൽഡിലോട്ട് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യാനും ക്ലോസ് കോമ്പിനേഷൻസ് കളിക്കാനും അങ്ങനെ ടെക്നിക്കലി സ്കിൽഫുള്ളാണ്. അതുപോലെ തന്നെ ബോക്സിനുള്ളിൽ ആ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റി അതും സെർക്സിക്ക് ഉണ്ട്. നമുക്കറിയാം ആ ഒരു ഗർണാച്ചോയുടെ പാസിൽ സെർക്സി സ്കോർ ചെയ്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തത് മെയിനും മക്ടോമിനെ സ്കോർ ചെയ്തെന്ന്. അത് ഈവൻ കമൻറ്റേറ്റേഴ്സ് വരെ അത് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഓർത്ത് മക്ടോമിനെയാണ് സ്കോർ ചെയ്തത്. പക്ഷേ റീപ്ലേയിലാണ് പലർക്കും മനസ്സിലായത് ഇത് സെർക്സിയാണ് ഗോൾ സ്കോർ ചെയ്തത്. അങ്ങനെ സെർക്സിയുടെ ഡെബ്യൂവിൽ സ്ട്രെറ്റ്ഫോർഡ് എൻഡിൽ പോയി സ്കോർ ചെയ്യുക, അങ്ങനത്തെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജോഷുവ സെർക്സിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പുതിയ ടീമിൽ വന്നിട്ട് ആ ഒരു പ്ലെയേഴ്സൊക്കെ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ നമ്മൾ ജോഷുവ സെർക്സി പോണക്കത്തെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കർ, ആ ഒരു ഫിസിക്കാലിറ്റി, ഒരു ടാർഗറ്റ് മാനെ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ മിസ് ചെയ്തു. വരും മാച്ചസിൽ ഗ്രാജുവൽ ഇനിയിപ്പം സെർക്സി സ്റ്റാർട്ട് ചെയ്യും. പുള്ളിക്ക് ആ കോൺഫിഡൻസിന് വേണ്ടിയുള്ള ആ ഒരു ഗോളും കറക്റ്റ് സമയത്ത് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ റാഷ്ഫോർഡ് ഇന്ന് ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ആ 92-93 മിനിറ്റിൽ ഗെയിം തീരാൻ ഒരു മിനിറ്റൊക്കെ ഉള്ളപ്പോഴത്തേനും ഗർണാച്ചോയ്ക്ക് കൊടുത്ത ആ ഒരു അൺസെൽഫിഷായിട്ട് കൊടുത്ത ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഗർണാച്ചോ ആ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു പന്ത്. ഞാൻ ഗർണാച്ചോയെ ന്യായീകരിക്കുന്നില്ല. ആ ഒരു സാധനം എന്താണേലും എന്തൊക്കെ പറഞ്ഞാലും ഗർണാച്ചോ സ്കോർ ചെയ്യേണ്ട ഒരു ചാൻസ് ആയിരുന്നു. അത് ഗർണാച്ചോ മിസ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ റാഷ്ഫോർഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മൊമെൻറ്റ്, ആ ഒരു കുറച്ച് റൺസും പിന്നെ ഈ ഒരു ചാൻസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ 4 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് XG ഒക്കെ 2.51 മുകളിലാണ് യുണൈറ്റഡിൻ്റെ XG. അപ്പോൾ എന്താണെങ്കിലും ചാൻസസ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഡിഫെൻസീവ്ലി ആണെങ്കിലും യുണൈറ്റഡ് ഭയങ്കര സോളിഡ് ആയിരുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ആ ഒരു ഡിഫെൻസീവ് ട്രാൻസിഷൻ, അതായത് ഓപ്പോസിഷൻ നമുക്കെതിരെ ട്രാൻസിഷൻ ട്രാൻസിഷൻ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര വൾണറബിളാണ്. നമ്മുടെ മിഡ്ഫീൽഡ് ഓപ്പണാണ്. അത് പ്ലെയേഴ്സിനേക്കാളും ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നത് ടെൻ ഹാഗ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ട്രാൻസിഷനെ ട്രാൻസിഷൻ ഫേസിലോ ഡിഫെൻസീവ് ട്രാൻസിഷൻ ഫേസിലുള്ള നമ്മുടെ സ്ട്രക്ചർ, അതിലുള്ള ചേഞ്ച് ടാക്റ്റിക്കലി ടെൻ ഹാഗ് വരുത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വരുത്തി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കുറേയും കൂടെ യുണൈറ്റഡിൻ്റെ കുറച്ചുകൂടെ ഓവറോൾ ഗെയിം നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെൽ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്നത്തെ മാച്ചിൽ നമുക്ക് നമ്മുടെ മസറാവിയും ഡിലീറ്റും ഒക്കെ ഡെബ്യൂ ചെയ്തു. ഡിലീറ്റിന് കുറച്ച് 80 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി വന്നത്. പക്ഷേ മസറാവിയുടെ ഡിഫെൻസീവ് ഗെയിം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണാൻ വേണ്ടി പറ്റി. ഒഫെൻസീവ്ലി അത്ര ഭയങ്കര ചാൻസ് ക്രിയേഷനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. കൂടുതലും എനിക്ക് തോന്നുന്നത് ഒരു ഡിഫെൻസീവ്ലി ആണ് പുള്ളിയെ കൂടുതൽ യൂസ് ചെയ്തത്. അതിൽ നല്ല രീതിയിൽ പുള്ളിയുടെ ഡിഫെൻസീവ് സൈഡ് നമുക്ക് കാണിച്ച് തരാൻ വേണ്ടി ഇന്നത്തെ മാച്ചിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.